വയനാട് മേപ്പാടി മുണ്ടക്കൈ മലയിലും പരിസര പ്രദേശത്തുമൊക്കെ നടക്കുന്ന റെസ്ക്യൂ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ ജീവിച്ചിരിക്കുന്നവരെയും അതുപോലെ മരിച്ചുപോയ ആളുകളെയും ഒക്കെ കണ്ടെത്തുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഒരു പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടെ ആകുമ്പോൾ അത് പൂർത്തിയാകാനും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ബെയിലി പാലം നിർമ്മിച്ചു. അതിനിപ്പോൾ കുറച്ച് ക്യാമ്പുകൾ നടക്കുന്നു. അവരുടെ പുനരധിവാസവും മറ്റു കാര്യങ്ങളുമായി വളരെ താമസിയാതെ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങും. ഇതിനിടയിൽ വന്നിട്ടുള്ളൊരു പുതിയ വാർത്ത, കോഴിക്കോട് വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടാവുകയും കുറേ അധികം ആളുകളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരാളെ കാണാനില്ലെന്ന് പറയുന്നത്, ബാക്കി വേറെ ജീവനാപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മേഖലയാകെ മഴയുടെയും വെള്ളത്തിന്റെയും മേഖലയായിട്ട് വെസ്റ്റേൺ ഘാട്ട്, വടക്കൻ ജില്ലകളിൽ പിണങ്ങി നിൽക്കുകയാണ്. അതൊരു വലിയ പ്രധാനമാണ്. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ടത് ഇതിന്റെ പുനരധിവാസമാണ്. പുനരധിവാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മരിച്ചുപോയ കുടുംബങ്ങളിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ മരിച്ചുപോയ കുടുംബങ്ങളിലുള്ള ബാക്കിയുള്ള ആളുകളും സമ്പൂർണ്ണമായി മരിച്ചു പോകാത്ത കുടുംബാംഗങ്ങൾക്കും വിവിധ തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം അവർക്ക് ഇപ്പോൾ വളരെ അടിയന്തരമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് മാനസിക പിന്തുണയാണ്. കാരണം ചില കുടുംബങ്ങളിൽ 8-9 പേരുമൊക്കെയാണ് പോയിരിക്കുന്നത്. എല്ലാവരും പോയിട്ടുള്ള 1-2 പേര് മാത്രം ബാക്കി ജീവിച്ചിരിക്കുകയും ബാക്കി എല്ലാവരും മരിച്ചു പോവുകയും ചെയ്തിട്ടുള്ളവരുണ്ട്. അപ്പൊ ഈ ടിവിയുടെയും ചാനലുകളുടെയും പത്രങ്ങളുടെയും ബഹളവും സൈന്യവും എല്ലാം അങ്ങ് പോയി ക്യാമ്പുകളും ഒക്കെ ഒന്ന് സജീവത കുറയുമ്പോൾ അപ്പോഴാണ് മാനസികമായി ഇവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ ചെല്ലുന്നു, പത്രക്കാർ ചെല്ലുന്നു, അതുപോലെ തന്നെ പിന്നെ പട്ടാളമുണ്ട്, പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവരും ആ ബഹളത്തിൽ ഉത്സവം പോലെ വേറൊരു തരത്തിലുള്ള ഒരു സന്തോഷം അവർക്ക് കിട്ടും. കാരണം അവർക്കൊരു വേറൊരു സന്തോഷം കിട്ടും. കാരണം ഒരു താൽക്കാലിക സന്തോഷം കിട്ടും. ഇവരെയൊക്കെ കാണുമ്പോഴും ഇവരോട് ദുഃഖം പങ്കുവെക്കാനും സങ്കടം പറയാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിൽ ഇതൊക്കെ കയറി വരും. അവർക്കുണ്ടായിരുന്ന വീട്, അവരുടെ സ്വത്ത്, അവർക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസം ചെയ്തവരാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, പിന്നെ അവരുടെ പ്രമാണം തുടങ്ങി സകലതും പോയവരാണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി എങ്ങനെയാണ് ഞാനിത് ഇനിയൊരു ജീവിതം പഠിപ്പിച്ചെടുക്കുക എന്ന് എല്ലാവരും ചിന്തിക്കും. അപ്പോൾ അവർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് മാനസികമായ പിന്തുണയാണ്. സമൂഹം കൂടെയുണ്ട്, പഞ്ചായത്ത് കൂടെയുണ്ട്, സംവിധാനങ്ങൾ കൂടെയുണ്ട്, ഉദ്യോഗ സംവിധാനം കൂടെയുണ്ട് എന്നുള്ള മാനസിക പിന്തുണ കൊടുക്കണം. അപ്പൊ അതിന് വ്യാപകമായ കൗൺസിലിംഗ് ആവശ്യമുണ്ട്, വളരെ ശക്തമായ കൗൺസിലിംഗ് ആവശ്യമുണ്ട്. കുറച്ച് ദിവസം കൂടി അവർ ക്യാമ്പുകളിൽ ചിലപ്പോൾ കഴിയേണ്ടി വരും. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാവണം, വസ്ത്രമുണ്ടാകണം, മരുന്നുണ്ടാകണം, പകർച്ചവ്യാധി വരാൻ പാടില്ല. കാരണം ഒരുപാട് ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പനിയുടെയൊക്കെ കാലമാണ്, പനി പോലുള്ള പകർച്ചവ്യാധികൾ വരാൻ പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് പരിഹരിക്കണം, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ആവശ്യമായ ടാബ്ലറ്റുകളും മരുന്നുകളും ഒക്കെ ഫസ്റ്റ് എയ്ഡും ഒക്കെ അവർക്ക് കിട്ടണം. ആ നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതെല്ലാം ഒരുപക്ഷെ നന്നായി നടക്കുകയും ചെയ്യും. എന്നാൽ അതിനെ തുടർന്ന് അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, ജീവിച്ചിരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അസസ് ചെയ്യുകയും അതിനനുസരിച്ച് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, പുനരധിവസിപ്പിക്കുകയും ചെയ്യണം. അവിടെയാണ് ഏറ്റവും വലിയ ഒരു പ്രയാസം വരുന്നത്. കേരളത്തിൽ മുമ്പ് നടന്നിട്ടുള്ള കവളപ്പാറയും പുത്തുമലയും പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ പലപ്പോഴും പുനരധിവാസം നിശ്ചയിക്കുന്ന സമയഘട്ടത്തിനുള്ളിൽ തീരാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. പുതിയ സ്ഥലം കണ്ടെത്തുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. സ്ഥലം കണ്ടെത്തിയാലും അവിടെ വൈദ്യുതി, റോഡ്, വെളിച്ചം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള സ്ഥലങ്ങൾ കിട്ടുക എന്ന് പറയുന്നതിന്റെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും ഇനി ഒരു പുനരധിവാസ പ്രവർത്തനം നടത്തുന്നത് മറ്റൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്ത പ്രദേശങ്ങളിലും, അതുപോലെ തന്നെ ദുരന്തം പോലുള്ള പ്രശ്നങ്ങൾ ബാധിക്കാൻ സാധ്യതയുള്ള ആളുകളെയും കൂടി മറ്റു സ്ഥലങ്ങളിൽ ദുരന്തം ബാധിക്കാൻ സാധ്യതയുള്ള ആളുകൾ താമസിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ദുരന്തം വന്നിട്ടില്ലെങ്കിലും അതുമൊക്കെ കൂടി പരിഗണിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു 10-25 പഞ്ചായത്തുകളെ ഉള്ളൂ. അവിടെ 25 പഞ്ചായത്തുകളെ ഉള്ളൂ വയനാടിൽ. അപ്പൊ 25 പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയും അതിലൊരു സെറ്റിൽമെന്റ് പ്ലാൻ ഉണ്ടാക്കുകയും, അതായത് വീടുകളെ സംബന്ധിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുകയും, കൃഷിരീതികൾ, അവിടുത്തെ കൃഷിരീതികൾ, ഇനി ഇപ്പോൾ തുടരുന്ന കൃഷിരീതികൾ പലതും മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ.
അപ്പൊ എന്താണ് പുതിയ കൃഷിരീതി, പുതിയ സംവിധാനം എങ്ങനെയാണ്? അതുപോലെ ടൂറിസം, ഈ സകല ആളുകളെയും താഴെ നിന്ന് താമരശ്ശേരിയിൽ നിന്ന് ചുരം വഴി കയറി സകല ആളുകളും വലിയ വലിയ വാഹനങ്ങളുമായി അവിടെ വന്നുള്ള ഒരു ടൂറിസം വേണോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ടൂറിസമാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളെ സോണുകളായി തിരിച്ച്, മേഖലകളായി തിരിച്ച് ഓരോ പ്രദേശവും എന്തൊക്കെ ദുരന്തങ്ങൾ ഇനി വരാൻ സാധ്യതയുണ്ടെന്നും അവർ ഓരോ വീട്ടുകാരും ഏത് ഭൂമിശാസ്ത്രത്തിലാണ് താമസിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ആ ഭൂമിശാസ്ത്രത്തിന്റെ ഭൗതിക പ്രത്യേകതകൾ എന്താണ്, അവിടെ എത്ര സ്ലോപ്പാണ്, ചരിവാണുള്ളത്, അവിടെ എത്ര മഴയാണ് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇനി വരുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ എന്തായിരിക്കും ഒരു അവസ്ഥയുടെ ഒരു ഫോർകാസ്റ്റിംഗ്, അല്ലെങ്കിൽ മൊത്തം പ്രവചനമല്ല എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശമാണ്, സ്ഥിരമായി മഴ കിട്ടുന്ന ആളുകൾക്കും അറിയാമായിരിക്കും. അവരുടെ പ്രാദേശിക നോളജുകൾ എടുത്തുകൊണ്ട് സന്നദ്ധ സംഘടനകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ CSR ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിന്റെ ഫണ്ടും ഒക്കെ മൊബിലൈസ് ചെയ്ത്, സന്നദ്ധ സംഘടനകളെയും കൂടി മൊബിലൈസ് ചെയ്ത് ഗൗരവമായ ഓരോ പ്രദേശത്തും ഉണ്ടായ ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങളെ പഠിക്കുകയും പുതിയ പാക്കേജുകൾ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ രൂപകൽപ്പിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിലും 25 പഞ്ചായത്തിൽ ഒരു 100 പേരെയെങ്കിലും ഒരു പഞ്ചായത്തിൽ കൃത്യമായി പരിശീലിപ്പിച്ച് അവർക്കാവശ്യമായ മറ്റ് സംവിധാനങ്ങൾ, അവർക്ക് ബാഡ്ജ്, അവർക്ക് സർട്ടിഫിക്കറ്റ്, ലൈസൻസും ഒക്കെ കൊടുത്ത് ഓരോ പഞ്ചായത്തിലും ഇനി ദുരന്തങ്ങളും ദുരന്ത മുന്നറിയിപ്പുകളും കിട്ടിയാൽ ആളുകളെ സഹായിക്കാനുള്ള പ്രാദേശിക ദുരന്ത പരിപാലന സേന, അതൊരു പുതിയ കൺസെപ്റ്റാണ്, നമുക്ക് തയ്യാറാക്കണം. അത്തരത്തിൽ തയ്യാറാക്കി സജ്ജമാക്കി ഒരു പുതിയ പരിശീലനമെല്ലാം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെല്ല് ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ജില്ലാ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് പോരാ, അത് ബ്ലോക്ക് അടിസ്ഥാനത്തിലേക്കും ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിലേക്കും അതാത് തലങ്ങളിലേക്ക് ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ കമ്മിറ്റികളും സെല്ലുകളും പ്രവർത്തിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ റൗണ്ട് ദ ക്ലോക്ക് 7 to 24 ആക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കണം. പ്രത്യേകിച്ച് ഈ ദുരന്ത കാലയളവിൽ എപ്പോഴും ആവശ്യമില്ല, ഈ പ്രത്യേകിച്ച് ദുരന്ത വരുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിസാസ്റ്ററുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ദിവസങ്ങളിലും സമയങ്ങളിലും റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിപ്പിക്കാനുള്ള, മുഴുവൻ സമയവും ഓഫീസ് ഷിഫ്റ്റ് വ്യവസ്ഥയിൽ പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കണം. സ്വാഭാവികമായിട്ട് അതിനാവശ്യമായ സ്ഥിരം സ്റ്റാഫിനെയൊന്നും അപ്പോയിന്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനാവശ്യം നാട്ടിൽ ധാരാളം ആളുകൾ പഠിച്ചതുപോലൊക്കെ ഉണ്ട്, അവരെ സന്നദ്ധ സേവനത്തിലൂടെയൊക്കെ പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ അവിടെ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകൾ, ടെക്നിക്കൽ സ്കൂളുകൾ, സാങ്കേതികമായി പഠിച്ചവർ, സാങ്കേതികമായി പഠിച്ച് റിട്ടയർ ആയവർ, എഞ്ചിനീയർമാർ, സയന്റിസ്റ്റുമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ആ നാട്ടിൽ ഓരോ പഞ്ചായത്തിലും റിട്ടയർ ആയവർ കാണും, പ്രവർത്തിക്കുന്നവർ കാണും. അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവർക്ക് ഇതിനകത്ത് നല്ല പരിശീലനം നൽകുകയും ചെയ്യണം. അത്തരത്തിൽ പരിശീലനം നൽകിയാൽ തീർച്ചയായിട്ടും ഓരോ പഞ്ചായത്തിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ പഞ്ചായത്തിനും അത്തരത്തിൽ പ്ലാനുകൾ ഉണ്ടാക്കിയാൽ വെറുതെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആ പ്ലാനുകൾ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും പ്രായോഗികമായി ഓരോ വിഭാഗം ജനങ്ങളെയും കുറേശ്ശെ വയനാടിന്റെ ഭൂസാക്ഷരരാക്കണം. അവരെ ഭൂമിയെ സംബന്ധിച്ച് അവരെ ജലസാക്ഷരരാക്കണം, അവരെ ആരോഗ്യ സാക്ഷരരാക്കണം, അവരെ കാലാവസ്ഥാ സാക്ഷരരാക്കണം. എന്ന് പറഞ്ഞാൽ വിവിധ വിഷയങ്ങളിൽ അവരെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വിവിധ രൂപങ്ങൾ കൂടി പഠിപ്പിച്ചുകൊണ്ട് അവരെ സാക്ഷരരാക്കണം. ആ ഒരു ലിറ്ററസി അവിടെ നടക്കണം, ഒരു പരിസ്ഥിതി സാക്ഷരത നടക്കണം, ഒരു എൻവയോൺമെന്റൽ ലിറ്ററസി പ്രോഗ്രാം അവിടെ നടക്കണം. ആ തരത്തിൽ തന്റെ ഭൂമി എങ്ങനെയാണ്, തന്റെ ഭൂമിശാസ്ത്രം എന്താണ്, അവിടുത്തെ പ്രശ്നങ്ങൾ, ആ ഓരോ പ്രശ്നങ്ങൾ ഏത് കാലയളവിലാണ് വരുന്നത്, ആ കാലയളവിൽ വരുമ്പോൾ എന്താണ് ഞാനൊരു അംഗം എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത്, ഞാനൊരു കുടുംബം എന്നുള്ള നിലയിൽ എന്റെ കുടുംബം എന്ത് ചെയ്യണം, എന്റെ വാർഡ് എന്ത് ചെയ്യണം, എന്റെ പഞ്ചായത്ത് എന്ത് ചെയ്യണമെന്നൊക്കെ ഗൗരവമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുള്ള വളരെ വ്യത്യസ്തമായ പ്ലാനുകളാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ വീട് വെച്ചു കൊടുത്തു, അവർക്ക് തൊഴിൽ എന്തെങ്കിലും ചെയ്യാനുള്ള സംവിധാനം കൊടുത്തു, കുറച്ച് പൈസ കൊടുത്തു, സബ്സിഡി കൊടുത്തു എന്ന് മാത്രം കൊണ്ട് തീരുന്ന വിഷയമല്ല. ഇതൊരു വളരെ സമഗ്രമായ, വളരെ ഗൗരവമായ ഒരു പാക്കേജിലേക്ക് പോകണം. അങ്ങനെ ഒരു പാക്കേജിലേക്ക് പോകുമ്പോൾ അത് ഗവൺമെന്റിന് മാത്രം ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവിടുത്തെ സമസ്ത ജനവിഭാഗങ്ങളെയും സന്നദ്ധ സംഘടനകളെയും ധാരാളം പ്രവർത്തകരെയും ഫണ്ടുമൊക്കെ ആവശ്യമുണ്ട്. അതിനുള്ള മിഷൻ പ്രവർത്തനങ്ങളാണ് ആവശ്യം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മിഷൻ വയനാട് എന്ന പേരിൽ ഈ ദുരന്തങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയും രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള മേഖലകളിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുകയും, അങ്ങനെ വരുമ്പോൾ ഓരോ പഞ്ചായത്തിലും ഏതേത് മേഖലകളാണ്
ഈ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് തിരിക്കുകയും അടുത്തടുത്ത പഞ്ചായത്തുകളാണെങ്കിൽ അവയെ ക്ലസ്റ്റർ ഫോമിൽ തിരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ 25 പഞ്ചായത്താണെങ്കിൽ 20, 30, 40 ക്ലസ്റ്ററുകളായിട്ടൊക്കെ ചിലപ്പോൾ തിരിക്കാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് ക്ലസ്റ്റർ മതിയായിരിക്കും. അത്തരം ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് ഓരോ മേഖലയ്ക്കും ആവശ്യമായ ദുരന്ത പരിപാലന പ്ലാൻ ഉണ്ടാക്കുകയും അത് മോണിറ്റർ ചെയ്യാനുള്ള മുഴുവൻ സമയ സംവിധാനം ഉണ്ടാക്കുകയും മാത്രമല്ല ഇപ്പൊ മൊബൈൽ ആപ്പ് ലഭ്യമാണ്, ഇല്ലെങ്കിൽ അത് പുതിയത് ഉണ്ടാക്കിക്കണം. അതുപോലെ തന്നെ പിന്നെ അലർട്ട് സിസ്റ്റം നമുക്ക് ആലോചിക്കണം. അവിടെ ഒരു സന്നദ്ധ സംഘടന 200ഓളം മഴമാപിനികൾ അവിടെ ജില്ലയിൽ വച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ സേവനമെല്ലാം പ്രയോജനപ്പെടുത്തി നന്നായി ഈ പറയുന്ന ഓരോ പ്രദേശത്തിന്റെയും ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കൃഷിരീതികൾ മാത്രം പ്രൊമോട്ട് ചെയ്ത് അതിനാവശ്യമായ പിന്നെ കെട്ടിട നിർമ്മാണ രീതികളും മെറ്റീരിയലും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് പുതിയൊരു വയനാടിനെ കുറിച്ച് ചിന്തിക്കുക എന്നോ അല്ലെങ്കിൽ ചിന്തിക്കുകയും അത് വ്യാപകമായി പ്രചരണം കൊടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇനിയിപ്പോൾ ചെറിയ ചെറിയ ടൗൺഷിപ്പുകൾ വേണ്ടിവരും. ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അവരെ മാറ്റി പാർപ്പിച്ചുകൊണ്ടുള്ള ടൗൺഷിപ്പുകളും അല്ലാത്ത ഇടങ്ങളിൽ താരതമ്യേന സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ പോകുന്ന രീതിയിലേക്ക് മാറ്റേണ്ടി വരും.